മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സമയബന്ധിതമായി പദ്ധതികൾ നടപ്പിലാക്കും. 30 സുപ്രധാന തീരുമാനങ്ങൾ മന്ത്രിസഭായോഗം കൈക്കൊണ്ടു. 3:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. അതേസമയം ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റുകളിൽ സർവേ തുടങ്ങി. കൃഷി, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയാണ് നടക്കുന്നത്. ആർ ശ്രീജിത്തും സുർജിത്ത് അയ്യപ്പത്തും വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, മന്ത്രിസഭായോഗം കൈക്കൊണ്ട 30 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പുനരധിവാസ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകുക എന്നത് തന്നെയാണ്. മറ്റു പ്രധാന തീരുമാനങ്ങൾ ഏതൊക്കെയാണ്? കുമാർ, ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിന്റെ പ്രധാന അജണ്ട മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ ഡിസംബർ 22-ന് മന്ത്രിസഭായോഗത്തിൽ അതിന്റെ കരട് അവതരിപ്പിച്ചു. ആ കരടാണ് ഇന്ന് ചർച്ച ചെയ്ത് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട തീരുമാനം. ഒന്ന് മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റിലും മറ്റൊന്ന് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും. ഈ എസ്റ്റേറ്റുകളുടെ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് കോടതി വിധി അനുകൂലമായി വന്നു. അതും സർക്കാരിന് അനുകൂലമായ ഒരു കാര്യമാണ്. അതനുസരിച്ച് വീടുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലാണ് പ്രധാനമായും തീരുമാനമെടുത്തിരിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ നിർമ്മിക്കാനാണ് മന്ത്രിസഭാ തീരുമാനം. ഇതിൽ തന്നെ ഒറ്റനിലയുള്ള വീടുകളാണ്. ആ ഒറ്റനില വീടുകൾ ഭാവിയിൽ ഇരുനിലകളായി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള നിർമ്മാണ രീതിയായിരിക്കും അവലംബിക്കുക. ആ തീരുമാനവും മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുണ്ട്. 2 ടൗൺഷിപ്പുകളുടെ നിർമ്മാണത്തിനായി 750 കോടി രൂപയാണ് സർക്കാർ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഈ ടൗൺഷിപ്പുകളിൽ അംഗൻവാടി, അതോടൊപ്പം തന്നെ ആശുപത്രി സംവിധാനം, കളിക്കളം അടക്കമുള്ള സംവിധാനങ്ങളും ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ മറ്റൊരു തീരുമാനമുള്ളത് ഈ പുനരധിവാസ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം പദ്ധതി ഇഴഞ്ഞു പോകുന്നത് വിമർശനങ്ങൾക്ക് മറ്റും ഇടം നൽകും. അതുകൊണ്ട് തന്നെ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള തീരുമാനമാണ് മന്ത്രിസഭയ്ക്കുള്ള ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ പുനരധിവാസ പദ്ധതിയുടെ നടത്തിപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായി ഒരു മേൽനോട്ട സമിതി ഉണ്ടാകും. ഇതടക്കമുള്ള 30 തീരുമാനങ്ങളാണ് മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനങ്ങൾ വിശദീകരിക്കാനായി 3:30-ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് ഉണ്ട്. അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരും. എന്തായാലും പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ സഹായ വാഗ്ദാനങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകളുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച 12:30-ന് എനിക്ക് പിറകിൽ കാണുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഒപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന കൽപ്പറ്റ MLA ടി സിദ്ദിഖ്, DYFI സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്കായി, കൂടിക്കാഴ്ചയ്ക്കായി ഇവിടെ എത്തിയിരിക്കുന്നത്. അതടക്കം സഹായ വാഗ്ദാനം ചെയ്ത 38 സംഘടനകളും വ്യക്തികളുമുണ്ട്. അവരുമായിട്ടൊക്കെ മുഖ്യമന്ത്രി ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൂടിക്കാഴ്ച നടത്തും. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സഹായ വാഗ്ദാനം നൽകിയവരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇന്ന് 3:30-ക്ക് നടക്കും. ഇന്നത്തെ മന്ത്രിസഭായോഗം കൈക്കൊണ്ട വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം 3:30-ക്കാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ഇന്ന് അവിടെ എസ്റ്റേറ്റുകളിൽ സംയുക്ത സർവേ നടന്നിരുന്നു. അത് നടക്കുകയാണ് ഇപ്പോഴും. സുർജിത്ത്, സർവേ പുരോഗമിക്കുകയാണല്ലോ. ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ സർവേ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. അപ്പോൾ ടൗൺഷിപ്പ് എന്ന സർക്കാരിന്റെ തീരുമാനത്തിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ക്യാബിനറ്റിന്റെ തീരുമാനമുണ്ട്. ഒപ്പം ഇവിടെ വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയും നടക്കുകയാണല്ലേ? തീർച്ചയായും വിജയകുമാർ, ദുരന്തബാധിതരുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കുന്ന നടപടികൾ അത് വേഗത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റിലെ ഭൂമി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏറ്റെടുക്കുന്നുണ്ട്. ഇതൊരു തേയിലത്തോട്ടമാണ്, നാളുകളായി അടച്ചിട്ടൊരു തേയിലത്തോട്ടമാണ്. അതാണ് ഏറ്റെടുക്കുന്ന നടപടി. അതിൻ്റെ ഭാഗമായുള്ള പ്രാരംഭ നടപടി എന്നുള്ള നിലയിലാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെയും കൃഷിയുടെയും മരത്തിൻ്റെയും ഉൾപ്പെടെയുള്ള ആ ഒരു കണക്കുകൾ തയ്യാറാക്കലാണ് ഇവിടെ നടക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥർ 10 സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ ഒരു നടപടി പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കകം ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സ്പെഷ്യൽ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ OJ അരുൺ പങ്കുവച്ചത്. മാത്രമല്ല ADM ദേവകിയും ഇവിടെ എത്തിയിരുന്നു. ഇങ്ങനെ 10 സംഘങ്ങളായി തിരിഞ്ഞ് ഇവർ മരം മാർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ്. അതിൻ്റെ അളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ഇതിന് ശേഷം ഇതിൻ്റെ മതിപ്പ് വില നിശ്ചയിക്കണമെങ്കിൽ ഇതിൻ്റെ കണക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ആ കണക്ക് തയ്യാറാക്കലാണ് നടക്കുന്നത്. ഇവിടുത്തെ കൃഷി
കൃഷിയുടെ കാര്യം ഉൾപ്പെടെയുള്ളവ ശേഖരിക്കണം. മാത്രമല്ല ഇവിടെ ജനവാസ മേഖലയുണ്ട്, അതായത് എസ്റ്റേറ്റിനകത്ത് ആളുകൾ താമസിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കണം. അത്തരത്തിലുള്ള പൂർണ്ണ വിവര ശേഖരണം നടത്തി സമഗ്രമായ ഒരു റിപ്പോർട്ട് സർക്കാരിന് 2 ആഴ്ചയ്ക്കകം നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സ്പെഷ്യൽ ഓഫീസർ പങ്കുവച്ചത്. അതിനുശേഷമാകും മറ്റു നടപടികൾ, അതായത് ഈ വില നിശ്ചയിച്ച ശേഷം ഇത് ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് കടക്കുന്ന നടപടി ആ ഘട്ടത്തിലാണ് ഉണ്ടാവുക. ഇവിടെ മാത്രമല്ല, നെടുമ്പാല എസ്റ്റേറ്റിലും സമാനമായ രീതിയിൽ തന്നെ ഈ സർവേ നടപടി നടക്കും. സർവേ ഡിപ്പാർട്ട്മെന്റ്, അതോടൊപ്പം തന്നെ റവന്യൂ, കൃഷി, വനം വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സംയുക്ത പരിശോധനയാണ് എലക്ഷൻ എസ്റ്റേറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുർജിത്ത്, എസ്റ്റേറ്റുകളിൽ ഇപ്പോൾ കൃഷി, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടക്കുകയാണ്. പരിശോധനയ്ക്ക് ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ആദ്യ ചുവടുവയ്പ് എന്ന നിലയിൽ ഈ പരിശോധനയെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം 3:30-ക്കുണ്ട്. കൂടുതൽ തീരുമാനങ്ങൾ ആ ഘട്ടത്തിൽ പങ്കുവയ്ക്കും. ശ്രീജിത്തും സുർജിത്ത് അയ്യപ്പത്തുമാണ് വിവരങ്ങൾ നൽകിയത്.